ഇനി ഡേറ്റ ഓഫ് ദി വീക്ക്. ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സർവേ ഫലമാണ് ഡേറ്റ ഓഫ് ദി വീക്ക്. ഗസ യുദ്ധം ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ നടത്തിയത് എങ്കിൽ അമേരിക്കയിലെ ജൂതർ വരെ ഹമാസിനൊപ്പം നിൽക്കുന്നു എന്നാണ് ഈ ഡേറ്റ തെളിയിക്കുന്നത്. നോക്കാം നമുക്ക്. അമേരിക്കയിൽ നിന്നാണ് ഈ സർവേ ഫലം പുറത്തുവരുന്നത്. അമേരിക്കയിലെ ജൂത കൗമാരത്തെക്കുറിച്ചുള്ള സർവേ ഫലമാണ്. ഇസ്രായേൽ സർക്കാരിൻ്റെ ഡയസ്പോറ അഫയേഴ്സ് ആൻഡ് കോമ്പാറ്റിംഗ് ആൻറ്റി സെമിറ്റിസം മന്ത്രാലയം മൊസക് യുണൈറ്റഡുമായി ചേർന്ന് നടത്തിയ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഗസ യുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ ജൂത കൗമാരക്കാർ ഇസ്രായേലിനെക്കുറിച്ച് വെറുപ്പോടെ സംസാരിക്കുന്നുവെന്നും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം നമുക്ക്. അമേരിക്കയിലെ ജൂതന്മാരിൽ 42% കൗമാരക്കാരും വിചാരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഹമാസിനൊപ്പം 37% കൗമാരക്കാരും നിൽക്കുന്നു എന്നുള്ളതാണ്. ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. അതായത് ഹമാസ് ചെയ്യുന്നത് ശരിയാണ് എന്ന് അമേരിക്കയിലെ ആളുകൾ എന്ന് മാത്രമല്ല, അമേരിക്കയിലെ ജൂത കൗമാരം 37% വിചാരിക്കുന്നത് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തുന്നത് വലിയ പോരാട്ടമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇനി പ്രായം കുറയും തോറും ഇതിൻ്റെ തോത് കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് 14 വയസ്സുള്ളവരിൽ 60% പേരും ഹമാസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 14 വയസ്സും ആ പ്രായത്തിലൊക്കെയുള്ള കൗമാരക്കാരായിട്ടുള്ള അമേരിക്കയിലെ ജൂത കുട്ടികൾ വിചാരിക്കുന്നത് 60% വിചാരിക്കുന്നത് ഹമാസ് ശരിയാണ്. അവർ ഒരു പ്രതിരോധ പോരാട്ടമാണ് നടത്തുന്നത്, ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാണ് നടത്തുന്നത്, സ്വന്തം നാട് ജനിച്ച നാടിനു വേണ്ടിയുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് അമേരിക്കയിലെ ജൂത വിഭാഗത്തിലെ 14 വയസ്സിന് താഴെയുള്ള 60% ആളുകളും വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉള്ളത്. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ തന്നെ നിലനിൽപ്പ് US-ൻ്റെ പിന്തുണയിലാണ് എന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് ഡോളർ ജൂത ലോബി ഇതിനായി ചെലവിടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളെ ഇതിനായി വിലക്കെടുക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും സത്യങ്ങൾ പുറത്തുവരുന്ന ഈ കാലത്ത് കൗമാരത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സൈനിസത്തിന് കഴിയുന്നില്ല എന്നാണ് ഈ ഡാറ്റ തെളിയിക്കുന്നത്. ഗസ യുദ്ധം ഇസ്രായേലിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്തേ അവസാനിക്കൂ എന്നും ഈ ഡാറ്റ തെളിയിക്കുന്നു. ഇതോടെ വേൾഡ് വിത്ത് അസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.